കന്നഡ സിനിമയിലെ മുൻനിര താരങ്ങളായ ശിവരാജ് കുമാർ, റിയൽ സ്റ്റാർ ഉപേന്ദ്ര, രാജ്ബി ഷെട്ടി എന്നിവരെ ഒരുമിച്ച് സ്ക്രീനിൽ കാണുക എന്നത് ഏതൊരു സിനിമാ പ്രേമിയെ സംബന്ധിച്ചും വലിയൊരു ആവേശമാണ്. പ്രശസ്ത സംഗീത സംവിധായകൻ അർജുൻ ജന്യ ആദ്യമായി സംവിധാന കുപ്പായം അണിയുന്ന ചിത്രമെന്ന പ്രത്യേകതയോടെയാണ് 45 തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത്. മരണത്തെക്കുറിച്ചുള്ള ഭയവും ഗരുഡ പുരാണത്തിലെ വിശ്വാസങ്ങളും കോർത്തിണക്കി ഒരുക്കിയ ഈ ചിത്രം ഒരു കൊമേഴ്ഷ്യൽ പാക്കേജിനപ്പുറം ഗൗരവമേറിയ ചില ചിന്തകളും പങ്കുവെക്കാൻ ശ്രമിക്കുന്നുണ്ട്. വിനയ് എന്ന ഒരു IT പ്രൊഫഷണലിന്റെ ജീവിതത്തിലൂടെയാണ് സിനിമ തുടങ്ങുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അയാൾക്ക് നേരിടേണ്ടി വരുന്ന അപകടവും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളും അയാളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു. 45 എന്ന സംഖ്യയ്ക്ക് അയാളുടെ ജീവിതത്തിലുള്ള പ്രാധാന്യവും 45 ദിവസങ്ങൾക്കുള്ളിൽ അയാൾക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളുമാണ് സിനിമയുടെ ഇതിവൃത്തം. മരണദേവനായ യമരാജന്റെ പ്രതീകമായി ഉപേന്ദ്രയുടെ കഥാപാത്രം എത്തുമ്പോൾ വിനയിന്റെ രക്ഷകനായി ശിവണ്ണയുടെ കഥാപാത്രം മാറുന്നു. ഈ 3 ധ്രുവങ്ങളിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളുടെ സംഗമമാണ് സിനിമയുടെ ആകെത്തുക. സിനിമയുടെ ഏറ്റവും വലിയ ആകർഷണം ഇതിലെ അഭിനേതാക്കൾ തന്നെയാണ്. ഭയചകിതനായ നിസ്സഹായനായ ഒരു യുവാവിന്റെ വേഷം രാജ്ബി ഷെട്ടി വളരെ സ്വാഭാവികമായി അവതരിപ്പിച്ചു. ഉപേന്ദ്രയുടെ സ്ക്രീൻ പ്രസൻസും അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ മാനറിസങ്ങളും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. സിനിമയുടെ രണ്ടാം പകുതിയിൽ ശിവണ്ണയുടെ എൻട്രിക്ക് ശേഷം കഥയുടെ വേഗത മാറുന്നുണ്ട്. അദ്ദേഹത്തിന്റെ എനർജിയും ക്ലൈമാക്സിലെ പ്രകടനവും സിനിമയ്ക്കൊരു വലിയ താരപ്പൊലിമ നൽകുന്നു. ഒരു സംഗീത സംവിധായകൻ എന്ന നിലയിൽ അർജുൻ ജന്യ തന്റെ സാങ്കേതിക പരിജ്ഞാനം മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സത്യ ഹെഗ്ഡെ ആയിരുന്നു ഛായാഗ്രഹണം. സിനിമയുടെ ഡാർക്ക് ഷെയ്ഡുള്ള മൂഡ് നിലനിർത്താൻ സത്യ ഹെഗ്ഡെ കാര്യമായി ശ്രദ്ധിച്ചു. കാനഡയിലെ സ്റ്റുഡിയോകൾ കൈകാര്യം ചെയ്ത ഇതിലെ VFX രംഗങ്ങൾ കന്നഡ സിനിമയിൽ പുതിയൊരു പരീക്ഷണം തന്നെയാണ്. ചിത്രത്തിൽ പാട്ടുകൾ ഒഴിവാക്കിയതൊരു ബോൾഡ് തീരുമാനമാണ്. പകരം പശ്ചാത്തല സംഗീതത്തിലൂടെ സിനിമയുടെ പിരിമുറുക്കം നിലനിർത്താൻ സംവിധായകന് ഒരു പരിധിവരെയും കഴിഞ്ഞു. സിനിമയുടെ തിരക്കഥ ചിലയിടങ്ങളിൽ അല്പം സങ്കീർണമായി അനുഭവപ്പെട്ടേക്കാം. ഒരു സാധാരണ കൊമേഴ്ഷ്യൽ സിനിമയിൽ പ്രതീക്ഷിക്കുന്ന വേഗത ചില ഭാഗങ്ങളിൽ കുറവുണ്ട്. എന്നാൽ മിത്തോളജിയും മോഡേൺ ലൈഫും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കുന്നവർക്കും വ്യത്യസ്തമായ ഒരു മേക്കിംഗ് ശൈലി ഇഷ്ടപ്പെടുന്നവർക്കും 45 ഒരു നല്ല അനുഭവമായേക്കാം. ചില ദാർശനികമായ കാര്യങ്ങൾ പറയുന്നതിനാൽ ഒരു തവണ കണ്ടു തീർക്കുമ്പോൾ ചിത്രം പൂർണ്ണമായി മനസ്സിലാക്കാൻ പ്രേക്ഷകർ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും. 3 സൂപ്പർ താരങ്ങളുടെ സാന്നിധ്യം തന്നെയാകും പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകം. കഠിനാധ്വാനം ചെയ്തിട്ടുള്ള മേക്കിങ്ങും മികച്ച താരനിരയും ഉള്ളതുകൊണ്ട് തന്നെ കന്നഡ സിനിമയിലെ ഈ വലിയ പ്രോജക്റ്റ് ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് തന്നെയാണ്.